പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് 6ാം അധ്യായത്തിലെ 2ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കണ്ണിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. കണ്ണ് പ്രതിബിംബം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ ചർച്ച ചെയ്തു. അത് നമ്മൾ ദൃഷ്ടിഗോചരമാക്കുന്നത് എങ്ങനെയാണത് സെൻസ് ഓഫ് വിഷനിൽ എത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. അതിൻ്റെ ചോദ്യം ഇതായിരുന്നു: നിയർ പോയിൻ്റ് എത്ര അകലെയാണ്? ഒരു ഹെൽത്തി ഐക്ക് നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ്. ബി ചോദിച്ചത് ഫാർ പോയിൻ്റ് എവിടെയാണ്? ഒരു ആരോഗ്യമുള്ള കണ്ണിന് ഫോർ എ ഹെൽത്തി ഐ അത് അനന്തതയിലാണ്. ഫോർ എ ഹെൽത്തി ഐ ദ ഫാർ പോയിൻ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇനി അടുത്ത ചോദിച്ചത് വിവിധ വസ്തുക്കളെ നോക്കുമ്പോൾ ആ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനായിരുന്നു. യു ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ റെറ്റിന ഇറ്റ് സെൽഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ഓബ്ജെക്ട് ഫ്രം ദ ലെൻസ്. അത് കണ്ണിൻ്റെ സമഞ്ജനക്ഷമതയാണ് ഇതിന് കാരണം. നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി മസിൽ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. നമ്മൾ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി മസിൽസ് വിശ്രമാവസ്ഥയിലാവുന്നു, വക്രത കുറയുന്നു, ഫോക്കസ് ദൂരം കൂടുന്നു. അങ്ങനെ വസ്തുവിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം മാറുന്നത് കൊണ്ട് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം മാറുന്നില്ല, ഇമേജ് റെറ്റിനയിൽ തന്നെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് കാഴ്ച എപ്പോഴും എല്ലാ ദൂരെയുള്ള വസ്തുക്കളായാലും അടുത്തുള്ള വസ്തുക്കളായാലും എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നത്. When we look on near objects or distant objects, the eye lens has the capability to change the focal length by itself, and this is called power of accommodation. When we look at near objects, you know that the ciliary muscles will contract, the curvature of the lens increases and the focal length decreases. When we look at a far point, the ciliary muscles are relaxed, the curvature of the lens decreases and the focal length increases. Thus, according to change in the value of distance to object, the focal length of the lens changes, and this makes the image always reach on the retina itself. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എനിക്കൊരു സംശയം, കണ്ണിൽ എന്തിനാണ് കോൺകേവ് ലെൻസ് വരാതെ കോൺവെക്സ് ലെൻസ് തന്നെ വന്നത്? കണ്ണിൽ കോൺവെക്സ് ലെൻസാണ്, ഒരു കോൺകേവ് ലെൻസ് അല്ല. കോൺകേവ് ലെൻസ് ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, എപ്പോഴും മിഥ്യാപ്രതിബിംബമല്ലേ കിട്ടുകയുള്ളൂ. ആ പ്രതിബിംബത്തിന് റെറ്റിന എന്ന സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. റെറ്റിനയിൽ പ്രതിബിംബം പതിക്കാതെ ആവേഗങ്ങൾ ബ്രെയിനിൽ പോകുമോ? ഇല്ല. നമ്മൾ കാഴ്ച കണ്ട അനുഭവം ഉണ്ടാവില്ല. ഇഫ് ദ ഐ ലെൻസ് ഈസ് കോൺകേവ്, the image is always virtual and erect and diminished, and that image can never be caught on the retina, which acts like a screen. Since the image is not formed on the retina cannot send impulses to the brain. Since brain will not get any impulses, it cannot create us the sensation of vision. അതുകൊണ്ടാണ് കോൺകേവ് ലെൻസ് കണ്ണിൽ വരാത്തത്. ഇനി നമ്മൾ സമഞ്ജനക്ഷമതയുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങൾ കണ്ടു. ആ ചിത്രങ്ങൾ ഇതാ ഒന്നുകൂടെ നോക്കൂ. ഒരു ചിത്രത്തിൽ പ്രതിബിംബം റെറ്റിനയിൽ തന്നെയാണല്ലേ. ഒരു ചിത്രത്തിൽ
പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലാണ്. ഇതാ ഈ ചിത്രത്തിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലാണ്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ, ഈ മൂന്നെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണങ്ങളിൽ പ്രതിബിംബം റെറ്റിനയിലല്ല. അപ്പോൾ അത് കണ്ണിന് എന്തോ വൈകല്യമുണ്ട് എന്നുറപ്പാണ്. ഇൻ one figure the image is on the retina itself, while in other two figures the image is not on the retina. That means the eye is defective. എന്തൊക്കെയാണ് വൈകല്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടു കാണും, ചില ആൾക്കാർ അടുത്ത് പിടിച്ച് വായിക്കാതെ അകലെ പിടിച്ച് വായിക്കുന്നത് കാണും. Some people can see distant objects clearly but cannot see near objects clearly. ഇതിനെയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കൂ, വസ്തു ലെൻസിന് അടുത്താണ്. പ്രതിബിംബം സ്ക്രീനിൽ, അതായത് റെറ്റിനയിൽ കിട്ടുന്നുണ്ടോ? പറയൂ. ഇല്ല. രണ്ടാമത്തേതിലോ? വസ്തു അല്പം അകലത്തിലാണ്, പ്രതിബിംബം എവിടെയാണ്? ശരിയാണ്, റെറ്റിനയിൽ തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ആൾക്കാർക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു കാരണം വേണ്ടേ? എന്തുകൊണ്ട് ദൂരെ കാഴ്ച കിട്ടുന്നു, അടുത്തുള്ള കാഴ്ച കിട്ടുന്നില്ല? അത് കാരണം ഇതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലായി പോകും. ഇനി ചില ആൾക്കാർക്ക് പവർ കുറവായിരിക്കും ലെൻസിൻ്റെ. ഈ ലെൻസിൻ്റെ പവർ കുറയുമ്പോൾ ഫോക്കസ് ദൂരം കൂടുകയും അത് കാരണം ആ പ്രതിബിംബം റെറ്റിനയുടെ പിറകിലാവുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രശ്നത്തിൽ ഏത് പ്രശ്നം വന്നാലും പ്രതിബിംബം റെറ്റിനയിൽ ലഭ്യമാകുന്നില്ല. Some people can see distant objects clearly but cannot see near objects clearly. This may be due to two main reasons. The first reason can be the eyeball is too short for the normal power of the eye. Sometimes the size of the eyeball may be proper and correct, but the power of the lens will be less. And you know, when the power of the lens is less, the focal length will be higher and the image will be behind the retina itself. If these reasons, whatever may be among that, if these reasons are there, the image will be always behind the retina. Such people cannot see near objects clearly. What is the remedy? എന്താണ് പരിഹാരം? ഐബോളിനെ പിടിച്ച് വലിച്ച് വലുതാക്കുക അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ പരിപാടി? യെസ്, നമുക്കിപ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകെ പോയതല്ലേ പ്രശ്നം. നമ്മുടെ കണ്ണിൻ്റെ മുമ്പ്, കണ്ണിൻ്റെ ഐ ലെൻസിന് പുറമെ ഒരു കോൺവെക്സ് ലെൻസ് കൂടി മുമ്പ് വെച്ച് കൊടുത്താൽ, കോൺവെക്സ് ലെൻസ് കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ സംരചിപ്പിക്കുമോ വിവ്രജിപ്പിക്കുമോ? എന്തു ചെയ്യും? യെസ്, കറക്റ്റ്, സംരചിപ്പിക്കും. അങ്ങനെ സംരചിപ്പിക്കുമ്പോൾ കണ്ണിൻ്റെ ലെൻസ് വീണ്ടും സംരചിപ്പിച്ച് ഇമേജിനെ റെറ്റിനലാക്കി തരും. അപ്പോൾ ഏതെങ്കിലും കൈ കിട്ടി ഏതെങ്കിലും ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത് വെച്ചാൽ പോരാ കേട്ടോ. അത് കണ്ണിൻ്റെ ഡിഫക്റ്റ് എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നതൊക്കെ കണ്ടുപിടിച്ച് അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ആ കോൺവെക്സ് ലെൻസ് കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ സംരചിപ്പിക്കുന്നു, കൺവെർജ് ചെയ്യിപ്പിക്കുന്നു. കണ്ണിലെ ലെൻസ് വീണ്ടും സംരചിപ്പിക്കുന്നു, കൺവെർജ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ആസ് എ സെഡ്, some people may have a shorter eyeball may be short,
and even if the eyeball is of proper size, the focal length will be greater. If so, the image will be behind the retina. The remedy is to use a convex lens of suitable focal length. ഞാൻ എടുത്ത് പറയുന്നു, convex lens of suitable focal length. When we are using such a convex lens, the convex lens will converge the rays of light coming towards the eye. And the convex lens of the eye will reconverge these rays. Because of this double convergence, the rays will meet at the retina itself and give a clear image on the retina. So the remedy is to use a convex lens of suitable focal length. Hypermetropia or hyperopia is an eye defect in which distant vision is clear, while near vision is blurred. This occurs when the light rays entering the eye converge behind the retina. Here you can see the formation of image in a normal eye and in a hypermetropic eye. In the case of a normal eye, the rays of light from the flower fall on the eye and converge on the retina. Whereas in the case of a hypermetropic eye, the light rays are focused behind the retina. Hypermetropia is caused due to shortening of the eyeball, that is, the eyeball becomes smaller, increase in the focal length of the eye lens. A convex lens is used to rectify this optic abnormality. The ray diagram shows how a convex lens helps in focusing the light on the retina. ഇനി അടുത്തത് ഈ കാണുന്ന രണ്ട് ചിത്രം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ? വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റാണ്. അതിൻ്റെ ഇമേജ് റെറ്റിനയിലാണോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ദാ ഈ ചിത്രം നോക്കൂ. അല്ല അല്ലേ? എന്നാൽ താഴത്തതോ? വസ്തു അടുത്താണല്ലേ? അടുത്ത വസ്തു വെച്ചിരിക്കുന്ന പ്രതിബിംബം എവിടെയാ? റെറ്റിനയിൽ തന്നെ അല്ലേ? അപ്പോൾ ആൾക്കാർക്ക് അടുത്തുള്ള വസ്തുക്കളെ നന്നായിട്ട് കാണാൻ കഴിയുമോ ഇല്ലേ? അല്ല, പിന്നെ നിങ്ങൾ തെറ്റിക്കില്ലല്ലോ. ശരിയാണ്, കാണാൻ കഴിയും. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഈ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി എന്നെന്താ വിളിക്കുക? ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ്. ഇതിന് മയോപ്പിയ എന്നും ഇംഗ്ലീഷിൽ പറയും. എന്തായിരിക്കും കാരണമെന്ന് നോക്കാം. എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. കാരണം വേണം, അതിനുള്ള പരിഹാരവും വേണം അല്ലേ? നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്താറുണ്ടല്ലേ? അതിൻ്റെ പരിഹാരം രക്ഷകർത്താക്കൾ തന്നോളും. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചോളും. അപ്പോൾ ഇതുപോലെ കണ്ണിനൊരു വൈകല്യം ഉണ്ടെങ്കിൽ അതിന് കാരണം വേണം, ആ കാരണത്തിന് പരിഹാരം വേണം. എന്തായിരിക്കാം കാരണം? ചില ആൾക്കാരുടെ നേത്രഗോളം ലെൻസിൻ്റെ പവറിനെ അപേക്ഷിച്ച് വലുതായിരിക്കും. അല്ലെങ്കിൽ നേത്രഗോളത്തിൻ്റെ വലിപ്പം കറക്റ്റായിരിക്കാം, പക്ഷേ പവർ കൂടുതലായിരിക്കാം. പവർ കൂടുതലായിരിക്കുമ്പോൾ ഫോക്കസ് ദൂരം കുറവായിരിക്കും. ഈ രണ്ട് കേസുകളിലും പ്രതിബിംബമുണ്ടാകുന്ന റെറ്റിനയുടെ മുന്നിലാണ്. അപ്പോൾ ആൾക്കാർക്ക് കൃത്യമായ ഒരു കാഴ്ച കിട്ടുന്നില്ല. The reasons may be, for some people the eyeball is too long for the power of the lens in their eye, and sometimes the eyeball may be of proper size, but power of the lens may be too high. When the power of the lens is too high, the focal length is less. So in both these cases, image will be formed in front of the retina. ഇതാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അഥവാ നിയർ സൈറ്റഡ്നെസ് അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ്. അപ്പോൾ എന്താ റെമഡി? എന്തായാലും ആ ഐബോളിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ടായാലും പവറിലെ വ്യത്യാസമായതുകൊണ്ടായാലും ഇമേജ് റെറ്റിനയുടെ മുമ്പ് കിടക്കുക. ആ ഇമേജിനെ എവിടെ എത്തിക്കണം? നമുക്ക് റെറ്റിനയിൽ എത്തിക്കണമെങ്കിൽ എന്താ ചെയ്യാം? അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ
ഈ ചിത്രം നോക്കൂ. കോൺകേവ് ലെൻസ് എന്താ ചെയ്യുന്നത്? റേസിനെ ഡൈവേർജ് ചെയ്യിക്കുന്നു, റേസിനെ ഡൈവേർജ് ചെയ്യിക്കുന്നു, വിഭജിപ്പിക്കുന്നു. അപ്പോൾ റേസ് കുറച്ചുകൂടെ അകന്നു. ഈ അകന്ന റേകളെ ഇനി കണ്ണിൻ്റെ കോൺവെക്സ് ലെൻസ് സംരചിപ്പിക്കുമ്പോൾ പ്രതിബിംബം റെറ്റിനയിലായിക്കോളും. അപ്പോൾ റെറ്റിനയിൽ തന്നെ കിട്ടുമ്പോൾ കാഴ്ച അനുഭവം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പരിഹാരം അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. ആ വാക്ക് മറന്നു വരുന്നത് അനുയോജ്യമായ. അപ്പോൾ what is the remedy? Let us see. The image is always formed in front of the retina for a myopic eye. The image should fall on the retina. For that we will use a concave lens of suitable power. A concave lens of suitable power. A suitable power ഉള്ള ഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. If so, the concave lens will diverge the coming rays. The incident rays will be diverged, and when the convex lens of the eye reconverges them, the image will come on the retina itself. This is a remedy for myopia or short-sightedness or near-sightedness. Myopia is an eye defect due to which the eye is not able to see distant objects clearly. This occurs when the light rays entering the eye converge in front of the retina in the vitreous body. Here you can see the formation of the image in a normal eye and in a myopic eye. In the case of a normal eye, the rays of light from the flower falls on the eye and converge on the retina, whereas in the case of a myopic eye, the light rays are focused in front of the retina. Myopia is caused due to elongation of the eyeball, decrease in the focal length of the eye lens. A concave lens is used to rectify this optic abnormality. The ray diagram shows how a concave lens helps in focusing the light on the retina. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. സംശയം ഉണ്ടല്ലേ? എന്താ സംശയം? പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നല്ലേ. ലോങ് സൈറ്റഡ്നെസ്സിന് ഹൈപ്പർ മെട്രോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്സിന് മയോപ്പിയ. ഈ ഹൈപ്പർ മെട്രോപ്പിയ മയോപ്പിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് മാറിപ്പോകുന്നു. എന്ത് ചെയ്യണം അല്ലേ? പേടിക്കേണ്ട, എളുപ്പ വഴിയുണ്ട്. 2 പദങ്ങൾ നിങ്ങളിവിടെ പഠിച്ചു. ഒന്ന് ഹൈപ്പർ മെട്രോപ്പിയ, ഒന്ന് മയോപ്പിയ. ഈ ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ 2 വാക്കുകളിൽ ഏതാണ് ലോങ് വേർഡ്? ഹൈപ്പർ മെട്രോപ്പിയ അല്ലേ? ലോങ് വേർഡിന് ലോങ് സൈറ്റ് കൊടുത്തേക്ക്, ദീർഘദൃഷ്ടി. ഏതാ ചെറിയ വാക്ക്, നീളം കുറഞ്ഞ വാക്ക്? മയോപ്പിയ. ഫോർ എ ഷോർട്ട് വേർഡ്, ഷോർട്ട് സൈറ്റഡ്നെസ് കൊടുത്തേക്ക്, ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വമായ വാക്കിന് ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് ആയ വാക്കിന് ഷോർട്ട് സൈറ്റഡ്നെസ്. അപ്പോൾ മയോപ്പിയ ഈസ് ഷോർട്ട് സൈറ്റഡ്നെസ് ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ ഈസ് ലോങ് സൈറ്റഡ്നെസ്. ഇനി കൺഫ്യൂഷനും വരില്ല, തെറ്റിപ്പോകില്ലല്ലോ. ഇനി നമ്മൾ എന്നും ചെറുപ്പമായിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? പക്ഷേ എന്ത് ചെയ്യാം, ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങളാവുന്നു, വർഷങ്ങളാവുന്നു, വയസ്സ് കൂടുന്നു. അങ്ങനെ ഒരു പരിധിക്കപ്പുറം വയസ്സൊക്കെ പോകുമ്പോൾ സിലിയറി മസിൽസിൻ്റെ ക്ഷമത കുറയും. ഈ സിലിയറി മസിൽസിൻ്റെ ക്ഷമത കുറയുമ്പോൾ കണ്ണിൻ്റെ ലെൻസിന് ഫോക്കസ് ദൂരം തന്നെത്താനെ മാറ്റാനുള്ള കഴിവ്. എന്താ അതിന് നമ്മളൊരു പേര് പരിചയപ്പെട്ടല്ലോ? എന്തായിരുന്നു പേര്? സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. ആ സമഞ്ജനക്ഷമതയ്ക്കുള്ള കഴിവ് കുറയും. അത് കാരണം നിയർ പോയിൻ്റ് കണ്ണിൽ നിന്ന് അകന്നകന്ന് പോകും. സാധാരണ എത്ര സെൻറ്റിമീറ്ററിലായിരുന്നു നിയർ പോയിൻ്റ്? 25 cm അല്ലേ? അത് 26, 27, 28 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ. അപ്പോൾ എന്താണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് ചോദിച്ചാൽ, പ്രായം ചെല്ലുന്നതിനനുസരിച്ച്
സിലിയറി മസിൽസ് അതിൻ്റെ ക്ഷമത കുറയുന്നത് കാരണം സമഞ്ജനക്ഷമത കുറയുന്നു. അതുകൊണ്ട് നിയർ പോയിൻ്റ് കണ്ണിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നു. അപ്പോൾ ഇനി അടുത്ത് വായിക്കേണ്ടതിനും ദൂരോട്ട് വായിക്കേണ്ടിയൊക്കെ വരും. ഇതാണ് വെള്ള എഴുത്ത്. വിത്ത് ഇൻക്രീസ് ഇൻ ഏജ് the efficiency of ciliary muscles will decrease. With this decrease, the near point of the eye will go away and away from the eye. So the clear image will not be formed on the retina. Of course, നമ്മൾ ദൂരെ പിടിച്ചു വെച്ചാൽ കിട്ടിയേക്കാം. പക്ഷേ നമ്മുടെ 25 സെൻറ്റിമീറ്ററിലൊന്നും പിടിച്ചാൽ വായിക്കാൻ പറ്റില്ല. അതിനും പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? യൂസ് എ കോൺവെക്സ് ലെൻസ് ഓഫ് സൂട്ടബിൾ ഫോക്കൽ ലെൻസ്. അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. അങ്ങനെ വെള്ളെഴുത്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഞാനിത് വെള്ളെഴുത്തുള്ള ആളാണ്, പ്രസ് ബയോപ്പി ഉള്ള ആളാണ്. അതുകൊണ്ട് ഇത് കോൺവെക്സ് ലെൻസുള്ള കണ്ണടയാണ് തന്നിരിക്കുന്നത്. ലോങ് സൈറ്റഡ്നെസ്സിനും ഷോർട്ട് സൈറ്റഡ്നെസ്സിനും പ്രസ് ബയോപ്പിക്കും കാരണങ്ങളുണ്ട്, പരിഹാരവുമുണ്ട്. ഇനി ഞാൻ പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ഒരു പെട്ടെന്ന് ഫിസിക്സ് ഒന്നുമല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആഹാരമൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ? ആഹാരം കഴിക്കാതെ കളയാറുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട് അല്ലേ? അത് മഹാപാപമാണ്. ആഹാരം ഒരിക്കലും പാഴാക്കരുത്. വിശക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. ഓരോ 5 മിനിറ്റിലും 10 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികളാണ് ആഹാരം കിട്ടാത്തത് കാരണം മരിച്ചു പോകുന്നത്. ഓരോ 5 മിനിറ്റിലും 10 വയസ്സിൽ താഴെയുള്ള 12 കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ മരിച്ചു പോകുന്ന ഈ അവസ്ഥയിലാണ് നിങ്ങൾ ആഹാരം കൊണ്ട് പാഴാക്കുന്നത്. അപ്പോൾ ഈ ആഹാരം പാഴാക്കുന്ന മഹാപാപം തന്നെയല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അന്നദാനം മഹാദാനം. നമുക്ക് ആഹാരമൊക്കെ കൂടുതലാണെങ്കിൽ കളയാതെ നല്ലൊരു ആഹാരത്തിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ആ അന്നദാനം ഒരു മഹാദാനമാണ്. ആ മഹാദാനം നിങ്ങൾ ഓർക്കുക. ഇതുപോലെ ഈ അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ ഒരു മഹാദാനം കൂടി ഉണ്ട്. എന്താണത്? അല്ല പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരാ പറയാൻ? വെരി ഗുഡ്. നിങ്ങളെല്ലാം ചക്കര പിള്ളേരായ ഉത്തരവൊക്കെ ശരിയായിട്ട് പറഞ്ഞു വരുന്നു. നേത്രദാനം. നേത്രദാനം മഹാദാനം. നമ്മുടെ ലോകത്ത് അന്ധത ബാധിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. കണ്ണിന് ചില വൈകല്യങ്ങൾ കാരണം അവർക്ക് കാഴ്ച കിട്ടുന്നില്ല. കാഴ്ചയില്ലാത്ത സങ്കടം ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ, ജന്മനാ കാഴ്ചയില്ലാത്തവരെക്കാൾ സങ്കടം കാഴ്ചയ്ക്കുള്ള കഴിവുണ്ടായിരുന്നിട്ട് അത് നഷ്ടപ്പെടുന്നവർക്കാണ്. കണ്ണിന് പ്രഷറൊക്കെ വന്നാൽ സൂക്ഷിക്കണം കേട്ടോ. കണ്ണിന് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഗ്ലൂക്കോമ എന്നൊരു അസുഖത്തിൽ കൊണ്ടെത്തിക്കും. ഗ്ലൂക്കോമയ്ക്ക് ചികിത്സയില്ല. അത് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നശിപ്പിച്ച അന്ധത വരുത്തുന്ന ഒരു അസുഖമാണ് ഗ്ലൂക്കോമ. കണ്ണിൻ്റെ പ്രഷറിൽ നിന്നാണ് തുടക്കം. അപ്പോൾ കണ്ണിന് വല്ല കഴുപ്പോ വേദനയോ എന്തെങ്കിലും പ്രശ്നമോ തോന്നുകയാണെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ. എന്തെങ്കിലും വന്നാൽ കണ്ണൊക്കെ സമയത്ത് ചെക്ക് ചെയ്തോണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നേത്രദാനം മഹാദാനം. നമ്മുടെ ജീവിതശേഷം എന്തിനാ ഈ 2 കണ്ണിനെ കൊണ്ട് പാഴാക്കി കളയുന്നത്? കൊണ്ട് ശരീരത്തോടൊപ്പം കുഴിച്ചിടുകയോ കത്തിച്ച് കളയുകയൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. ഈ നേത്രങ്ങൾ നമുക്ക് ദാനം ചെയ്യാമെങ്കിൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ല, നമ്മുടെ ജീവിതശേഷം ഈ കണ്ണുകൾ നമുക്ക് ദാനം ചെയ്യാമെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്ന കണ്ണിലൂടെ മറ്റുള്ളവർക്ക് കാഴ്ച ലഭിക്കും. നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ടൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്യും. ഐ വിൽ ഡൊണേറ്റ് മൈ ഐസ്. ഐ വിൽ ഡൊണേറ്റ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്യും. എൻ്റെ ജീവിതശേഷം എൻ്റെ കണ്ണുപയോഗിച്ച് മറ്റുള്ളവർ കാണട്ടെ.
മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് ഞാൻ സഹായകമായ വസ്തുവാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നേത്രദാനം എന്ന മഹാദാനത്തിനൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. നേത്രം ദാനം ചെയ്യുക. നിങ്ങൾ അതിനുള്ള സമ്മതപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് അടുത്തുള്ള ഏതെങ്കിലും കണ്ണാശുപത്രിയിൽ നിങ്ങളുടെ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുത്തേക്കണം. അവരുടെ ഫോൺ നമ്പർ നിങ്ങൾ വാങ്ങണം. ഒരാളുടെ മരണശേഷം 6 മണിക്കൂറിനകത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് കോർണിയൊക്കെ ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനും അത് മറ്റൊരാളിൽ ഫിറ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് നേത്രദാനത്തിനുള്ള സമ്മതപത്രം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളും നിങ്ങളുടെ രക്ഷകർത്താക്കളും എല്ലാം എഴുതുമല്ലോ. അങ്ങനെ ആ നേത്രദാനം എന്ന മഹാദാനത്തിൽ നമുക്കും ഒരു പങ്കാളിയാകും. അപ്പോൾ നേത്രദാനം മഹാദാനം, അന്നദാനം മഹാദാനം, നേത്രദാനം മഹാദാനം ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ ചുമ്മാ അവസാനിപ്പിച്ചാൽ മതിയോ? ഒരു സാധനം തരണ്ടേ? എന്താ, ചപ്പാത്തിയോ ദോശയോ വല്ലതും ആണോ? അല്ല, പിന്നെന്താ? ഒരു അസൈൻമെൻറ്റ് വേണം അല്ലേ? അസൈൻമെൻറ്റ് തരാം, എഴുതിക്കോളൂ. ചില ആൾക്കാർക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ചില ആൾക്കാർക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ എ, ഈ വൈകല്യത്തിൻ്റെ പേരെന്ത്? ബി, ഇതിന് 2 കാരണങ്ങൾ എഴുതുക. സി, ഈ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെ അറിയിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇനി 3ാമത്തെ എപ്പിസോഡ് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.